ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് ഡാൻഡറാൻ എന്ന ജാപ്പനീസ് അനിമി TV സീരീസിന്റെ സീസൺ 1 11ാമത്തെ എപ്പിസോഡാണ്. ഇനി ഒരേ ഒരു എപ്പിസോഡ് കൂടി ബാക്കിയുള്ളൂ, അത് കഴിഞ്ഞ ഈ സീസൺ അവസാനിച്ചു. അടുത്തത് നമ്മൾ ഏത് ആനിമിയാണ് ചെയ്യേണ്ടതെന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യാം. അപ്പോട്ട് സമയങ്ങളെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അയാസയുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടും ആദ്യത്തെ ബോയ് ഫ്രണ്ടുമായ ഒരു പയ്യനെയാണ്. അവന്റെ പേര് ജിജി. അയാസയുടെ ഫസ്റ്റ് ലവ് ആണ് അവനെന്ന് ഓക്കറുണ്ട് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. സുന്ദരനും സുമുഖനും സുശീലനുമായ അവൻ ഒരു സ്പോർട്സ് മാൻ കൂടെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു മിസ് അയാസക്ക് ഇവനെ പോലെയുള്ള സ്മാർട്ട് ആയിട്ടുള്ള ബോയ്സിനെയാണ് ഇഷ്ടമെന്ന്. ഹേയ് മോമോ, നിന്നെ കാണാൻ ഭയങ്കര ക്യൂട്ട് ആയിട്ടുണ്ടല്ലോ. എന്നെ കണ്ടിട്ട് ഒരുപാട് നാളായല്ലേ? ശരി വാ, ഓടി വന്ന് കെട്ടിപ്പിടിക്കും എന്ന് പറഞ്ഞ് എന്തൊക്കെയോ കാണിച്ചോണ്ടിരിക്കുകയാണ് ജിജി. ഹേയ് ജിജി, നിന്നെ കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ എന്ന് അവളുടെ മുത്തശ്ശി അവനോട് ചോദിക്കുന്നു. ഹേയ് ആന്റി, ഞാൻ ശരിക്കും ഇങ്ങോട്ട് വന്നത് നിങ്ങളെ കാണാൻ വേണ്ടിട്ടാ. മോമോടെ ഈ ബ്യൂട്ടി ആന്റിയെ ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞ് മുത്തശ്ശി അവൻ പുകഴ്ത്തുന്നു. സോ കുറച്ചു ദിവസം അവൻ ഇവിടെയാണ് താമസിക്കാൻ പോകുന്നതെന്ന് മുത്തശ്ശി അവളോട് പറയുന്നു. ഇത് കേട്ട് അയാസക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇല്ല, ഇതൊരിക്കലും ഞാൻ സമ്മതിക്കില്ല. ആരോട് ചോദിച്ചിട്ടാ ഈ തീരുമാനം എടുത്തേ? എന്ത്, ഇനി ഇവൻ ഇവിടെയാണോ താമസിക്കാൻ പോകുന്നേ? ഇല്ല, ഇവിടെ എന്തോ സംഭവിക്കുന്നുണ്ട്. ഒരു പക്ഷെ ഇവനും മോമോയെ പോലെ ഒരു ഡീമൺ ആയിരിക്കുമോ? ഒരു പക്ഷെ ഇവർ എല്ലാ ഡീമൺസിനെയും ഒരുമിച്ച് കൊണ്ടുവന്ന് ഈ ലോകത്തെ ഇല്ലാതാക്കാനാണോ പ്ലാൻ ചെയ്യുന്നത്? ഇല്ല, അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ അയാസയെ പിടിച്ച് കൊലുക്കുവാണ് അയറ. നിന്റെ പ്ലാനൊക്കെ എനിക്ക് മനസ്സിലായടി കള്ളി. ഈ ലോകത്തെ നശിപ്പിക്കാൻ വരുന്ന എല്ലാ ഏലിയൻസിനെയും ഞാൻ ഇല്ലാതാക്കും. പിന്നീട് നിന്നെ പോലെയുള്ള ഡീമൺസിനെയും ഈ ലോകത്തു നിന്നും ഞാൻ തുടച്ചു നീക്കും. ഡേയ്, ഇവൾക്ക് ചെറിയ പ്രാന്തൊന്നും എല്ലാം തോന്നുന്നുണ്ട്. അതെ, ഞാനിപ്പോ ഒരു ബ്യൂട്ടി ഏഞ്ചലാണ്. എന്റെ ഈ സൗന്ദര്യം ഉപയോഗിച്ച് ഈ ലോകത്തെ ഞാൻ രക്ഷിക്കും എന്ന് പറഞ്ഞ അവൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. എന്നാ ഇത് കണ്ട അയാസെ, ഓ പണ്ടാരടങ്ങാനായിട്ട് ഇതാ ഒന്ന് തീരുമ്പോ അടുത്തത് എനിക്ക് മാത്രം എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നേ എന്ന് പറഞ്ഞ അവൾ അവിടെ കടന്ന് നിലവിളിക്കുന്നു. സോ സമയം ഒരുപാട് വൈകിയത് കൊണ്ട് ഓക്കറൂണും അവിടെ നിന്നും പോകുന്നു. സോ ഒന്നും മിണ്ടാതെ പോകുന്ന ഓക്കറൂണിനെ പുറകിൽ നിന്നും വിളിക്കുവാണ് അയാസെ. തിരിഞ്ഞു നോക്കുന്ന അവൻ കാണുന്നത് കൈകൊണ്ട് എന്തൊക്കെയോ ആക്ഷൻ കാണിക്കുന്ന അയാസേനെയാണ്. ഇത് കണ്ട് അവൻക്കൊന്നും തന്നെ മനസ്സിലാകുന്നില്ല. ഡേയ്, പോവാന്ന് പറഞ്ഞ് അങ്ങ് വെറുതെ പോവാണോ? നാളെ കാണാമെന്ന് പോലും പറയുന്നില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഞാനല്ലേ പറഞ്ഞേ, ഇപ്രാവശ്യം നീ പറ. ഓ ശരി, നമുക്ക് നാളെ കാണാം എന്ന് പറഞ്ഞ് ഓക്കറൂൺ അവിടെ നിന്നും പോകുന്നു. സോ അവർക്ക് രണ്ടുപേർക്കും പരസ്പരം എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷെ ഒന്നും തന്നെ പറയുന്നില്ല. പിന്നീട് നമ്മൾ കാണുന്നത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ജീജിനെയാണ്. അവന്റെ പേരൻസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതുകൊണ്ടാണ് അവൻ ഇവിടെ നിൽക്കുന്നതെന്ന് മുത്തശ്ശി അവളോട് പറയുന്നു. സോ മുത്തശ്ശിയെ പറ്റി ഒരുപാട് പുകഴ്ത്തി സംസാരിച്ച് അവരുടെ സ്നേഹമെല്ലാം അവൻ പിടിച്ചു പറ്റുന്നുണ്ട്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അയാസയെ കളിയാക്കി അവളുടെ മുത്തശ്ശിയുമായി പിണക്കിയതും ഈ പയ്യൻ തന്നെയാണ്. ബുദ്ധിയില്ലാത്ത ആ പ്രായത്ത് ഞാൻ നിങ്ങളെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. അതിനെപ്പറ്റി ഇപ്പൊ ആലോചിക്കുമ്പോ എനിക്ക് എന്തൊക്കെയോ തോന്നുന്നു. ഞാൻ പറഞ്ഞു വരുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാ എന്നെ കൊണ്ട് പ്രേതങ്ങളെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് കേട്ട് അയാസ ഷോക്ക് ആവുന്നു. എന്ത്, അങ്ങനെയാണെങ്കിൽ ഓക്കറുണ്ട ഒരു ബോൾ നിന്റെ കയ്യിലാണോ? എന്ത് ബോളാ? സോറി, അത് വിട്ടേക്ക്. ഞാൻ എന്റെ ഹയർ സ്റ്റഡീസിന്റെ ഭാഗമായിട്ട് പുതിയൊരു നാട്ടിലോട്ട് പോയിരുന്നു. മനോഹരമായിട്ടുള്ള ആ സ്ഥലം ഒരു വലിയ മലയുടെ മുകളിലാണ്. ചുറ്റിലും കാടെല്ലാം നിറഞ്ഞ് കണ്ടാൽ തന്നെ പേടിയാകുന്ന ഒരു സ്ഥലം. ആ കാടിന്റെ സൈഡിലായിട്ട് ഒരു ചെറിയ വീട്. പക്ഷെ പിന്നീട് ഞാൻ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും ആ വീട്ടിൽ നടന്നു. ഇത് വിശ്വസിക്കോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ആ വീടിന്റെ ടോയ്ലറ്റില്, ബാത്റൂമില് വളരെ വിചിത്രമായ എന്തൊക്കെയോ ഞാൻ കണ്ടു. ഞാൻ എന്റെ പേരൻസിനോട് അത് പറഞ്ഞെങ്കിലും അത് അവർ കാര്യമായി എടുത്തില്ല. ഞാൻ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നതാണെന്നാണ് അവർ പറയുന്നത്. അതും ഒരു പക്ഷെ ശരിയായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ തന്നെ വിട്ടു. പക്ഷെ ഒരു ദിവസം വളരെ വിചിത്രമായ എന്തോ ഒന്നിനെ എന്റെ രണ്ട് കണ്ണുകൊണ്ട് ഞാൻ കണ്ടു. പതിയാതെ എന്റെ അടുത്തോട്ട് വന്നുകൊണ്ടേയിരുന്നു. ആ ഒരു ദിവസത്തിന് ശേഷം എപ്പോഴും ഞാൻ അതിനെ കാണാൻ തുടങ്ങി. അപ്പോഴാണ് എന്റെ പേരൻസിന്റെ ഹെൽത്തും വളരെ മോശമാവാൻ തുടങ്ങിയത്. ഇതിന് പുറകിൽ എന്തോ വലിയൊരു ദുഷ്ടശക്തിയാണെന്ന് എനിക്ക് മനസ്സിലായി. അതിനെ ഇല്ലാതാക്കാൻ ലോകത്ത് ഫേമസ് ആയ എല്ലാ സ്പിരിറ്റ് മീഡിയംസിനെയും ഞാൻ കൊണ്ടുവന്നു. പക്ഷെ പിന്നീട് അവരെ വളരെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതായിട്ടാണ് കണ്ടെത്തിയത്. അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ അവരെ കൊണ്ടൊന്നും സാധിച്ചില്ല. അപ്പോഴാണ് അവിടെ ഇരിക്കുന്ന ഒരാൾ നിന്റെ മുത്തശ്ശിയെ പോയി കാണാൻ പറഞ്ഞത്. അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ. സോ കാര്യം സീരിയസ് ആണെന്ന് മനസ്സിലാക്കിയ അയാസെ, നീ കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്തോട്ടാ വന്നിരിക്കുന്നേ. എന്റെ മുത്തശ്ശി അതിനെ അടിച്ച് 2 കഷ്ണമാക്കി മാറ്റും. ഹേയ്, അങ്ങനെ നിന്നോട് ആരാടി പറഞ്ഞേ? ഞാൻ നിന്നോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ കാമിക്കോ സിറ്റിയിൽ മാത്രമേ എന്റെ പവർ മുഴുവനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കൂ. സോ ഇത്തവണ നീയാണ് ആ ഗോസ്റ്റിനെ ഇല്ലാതാക്കാൻ പോകുന്നത്. എന്ത്, ഞാനോ? ഇല്ല, ഒരിക്കലും ഇല്ല. ആയിട്ടുള്ള പയ്യന് ഗോസ്റ്റുകളെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ആ ഗോൾഡൻ ബോളും അതിന് കാരണമായിരിക്കും. ഇവനെ നീ ഹെൽപ്പ് ചെയ്താൽ തീർച്ചയായിട്ടും പുതിയ യൂണിഫോം ഞാൻ നിനക്ക് മേടിച്ചു തരാം. ചെന്ന ആ വീട്ടിലെ പ്രേതത്തിനെയൊക്കെ അങ്ങ് അടിച്ചോടിക്ക് എന്ന് മുത്തശ്ശി അവളോട് പറയുന്നു.
സോ പിറ്റേ ദിവസം ജി അയാസയുടെ സ്കൂളിൽ ജോയിൻ ചെയ്യുന്നു. എന്റെ പേര് ജെ. ഗേൾസ് എന്നെ സ്നേഹത്തോടെ ജി എന്ന് വിളിക്കും. സോ അവനെ കണ്ട് ക്ലാസ്സിലെ ഗേൾസിനെല്ലാം അവനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. അങ്ങനെ അവർക്കെല്ലാവർക്കും ടീച്ചർ അവനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അവന്റെ പേരൻസ് ഇപ്പോ ഹോസ്പിറ്റലിലാണ്. അതുകൊണ്ട് അവന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ വേണം നോക്കാൻ. അവനിവിടെ ഒരു കുറവും വരാൻ പാടില്ല. ശരി, നീ മോമോടെ എടുത്തു പോയിരിക്കുക എന്ന് ടീച്ചർ അവനോട് പറയുന്നു. പക്ഷെ പേരൻസ് ഹോസ്പിറ്റലിലായതിന്റെ സങ്കടത്തിലാണോ എന്ന് അറിയില്ല. അവൻ അവിടെ കടന്ന് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. എന്നാൽ അവന്റെ ബിഹേവിയർ എല്ലാം കണ്ട് മോമോയുടെ ഫ്രണ്ട്സിനും അവനെ ഇഷ്ടപ്പെടുന്നു. അയാസയോട് വളരെ ക്ലോസ് ആയിട്ട് പെരുമാറുന്ന അവനെ കണ്ട് ആരാണെന്ന് അവളുടെ ഫ്രണ്ട്സ് അവളോട് ചോദിക്കുന്നു. പറയാൻ മാത്രം വലിയ ബന്ധമൊന്നുമില്ല. ഞാൻ പണ്ട് പഠിച്ച സ്കൂളില് ഇവൻ എന്റെ ഫ്രണ്ട് ആയിരുന്നു. ഹേയ്, അത് മാത്രമല്ല, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് താമസം എന്ന് വിളിച്ചു പറയുവാണ് ജി. ഇത് കേട്ട് മറ്റ് സ്റ്റുഡൻസിനെ കൊണ്ട് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഞങ്ങളിപ്പോ അഗാധമായ പ്രണയത്തിലാണ്. ഈ പ്രണയത്തിലേക്ക് അട്ടുറുമ്പാവാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. ഇത് കേട്ട് ടെൻഷനായ അയാസെ അവനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. ഹേയ്, മാറി നിൽക്ക്. ഇതിനി അവൾ സമ്മതിച്ചാലും ഞാൻ സമ്മതിക്കില്ല. ബിക്കോസ് മോമോക്ക് ഇഷ്ടം ഓക്കർ ഉണ്ണയാണ് എന്ന് അയാസയുടെ ഫ്രണ്ടും പറയുന്നു. ഇതേ സമയം അയാസയുടെ ആദ്യത്തെ ബോയ് ഫ്രണ്ടായ ജിജിയെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കറൂൺ. അവർക്കുള്ളിൽ ഇപ്പോഴും ആ പഴയ ഇഷ്ടം ഉണ്ടായിരിക്കോ? അത് മാത്രമല്ല, അവനവളെ മോമോ എന്ന് വളരെ ക്യൂട്ടായിട്ടാണ് വിളിക്കുന്നത്. ഒരുപക്ഷെ മിസ് അയാസെ വീണ്ടും അവനെ ഡേറ്റ് ചെയ്യാൻ ആരംഭിച്ച അവർ എന്നെ കുറിച്ച് പിന്നെ ആലോചിക്കില്ല. പിന്നെ ഏലിയൻസിനെ കുറിച്ചും ഗോസ്റ്റിനെ കുറിച്ചും ഒന്നും എന്നോട് അവർ സംസാരിക്കില്ല. ഇനി എനിക്ക് അയാസയുടെ കൂടെ ഒരുമിച്ചിരിക്കാൻ സാധിക്കില്ലേ? സോ ജിജിയും അയാസയും ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നതെല്ലാം അവൻ ആലോചിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇല്ല, മിസ് അയാസയെ പിരിഞ്ഞ് ഒരിക്കലും എന്നെ കൊണ്ടിരിക്കാൻ സാധിക്കില്ല. പക്ഷെ അവരെ മറന്ന് ജീവിക്കാൻ ഞാൻ പഠിച്ചേ പറ്റൂ. അതിനുവേണ്ടി എനിക്ക് ഇനി ഒരുപാട് സ്ട്രോങ് ആയേ പറ്റൂ എന്ന് പറഞ്ഞ് ട്രെയിനിങ് എടുത്തുകൊണ്ടേയിരിക്കുവാണ് ഓക്കറൂൺ. അപ്പോഴാണ് കഴിക്കാനുള്ള ലഞ്ചും കൊണ്ട് അയാസ അങ്ങോട്ട് വരുന്നത്. ഓ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? നീ ചെയ്യുന്ന ഈ കോപ്രായം കാണാൻ ശരിക്കും നല്ല രസമുണ്ട്. മിസ് അയാസെ, നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നേ? ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാ. ഇതുപോലെയുള്ള ലഞ്ച് ടൈമില് എന്തിനാ വെറുതെ നീ ഓരോ കോപ്രായം കാണിക്കുന്നേ? ഓ, പറഞ്ഞാ നിങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ലല്ലോ. ഐറയുടെ ആ വിഷയത്തിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നുണ്ടോ? ഹേയ്, അത് വിട്ടേക്ക്. നീ ഫുഡ് കഴിച്ചോ? നിന്റെ രണ്ട് കൈയും ബിസി ആയതുകൊണ്ട് ഞാൻ നിനക്ക് വാരി തരട്ടെ. എന്ത്? നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ എനിക്ക് ഓക്കെയാ എന്ന് ഓക്കറൂൺ പറയുന്ന സമയത്ത് ജിജി അങ്ങോട്ട് വരുന്നു. ഹേയ്, നീ ഇന്നലെ മോമോടെ വീട്ടിലുണ്ടായിരുന്ന ആ പയ്യനല്ലേ? നീയും ഇവളുടെ ഫ്രണ്ടാണോ? ഡേയ്, നിനക്കിപ്പോ എന്താ വേണ്ടേ? നിന്റെ പ്രശ്നം എന്താ എന്ന് ചോദിക്കുകയാണ് മോമോ. ഹേയ്, നീ ഇത് നോക്ക്. നിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള യോഗട്ട് ഫ്ലവർ പെൻപിൻ. നിനക്കിത് ഇപ്പോഴും ഓർമ്മയുണ്ടോ എന്ന് വളരെ സന്തോഷത്തോടെ ചോദിക്കുവാണ് അയാസെ. പക്ഷെ അവർ രണ്ടുപേരും അങ്ങനെ ക്ലോസ് ആയിട്ട് സംസാരിക്കുന്നത് ഓക്കറിനെ കൊണ്ട് കാണാൻ സാധിക്കുന്നില്ല. ഓ, എന്റെ വിധി. മിസ് അയാസെ അവന്റെ കൂടെ സംസാരിക്കുന്നത് കാണുമ്പോ എനിക്ക് അസൂയ തോന്നുന്നു. അവരില്ലാതെ ജീവിക്കാൻ ഞാൻ പഠിക്കണം. മിസ് അയാസയുടെ അടുത്തുനിന്നും ഞാൻ ഒരുപാട് മാറി നിൽക്കണം. അതാ എനിക്കും അവർക്കും നല്ലത് എന്ന് പറഞ്ഞ് ഓക്കറൂൺ അവിടെ നിന്നും പോകുന്നു. ഞാൻ ഒരിക്കലും വിട്ടു കൊടുക്കില്ല. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ വിട്ടു കൊടുക്കില്ല എന്ന് പറഞ്ഞ രൂപ അവന്റെ അടുത്തോട്ട് ഓടി വരുന്നു. അയ്യോ, എന്നെ രക്ഷിക്കണേ. മാറി നിൽക്കടാ, എന്നെ ആർക്കൊണ്ടും തടയാൻ സാധിക്കില്ല. അയ്യോ, ഇതാ വരുന്ന അടുത്ത പ്രശ്നം. ഇതെന്തുവാ? സോ അതിനെ തടയാൻ ശ്രമിക്കുന്ന മോമോയെ രക്ഷിക്കാൻ വരുവാണ് ജിജി. അപ്പോഴാണ് മോമോ കാഴ്ച കാണുന്നത്. ഒരു തിളങ്ങുന്ന സാധനം അതാ അതിന്റെ കയ്യിൽ. ഹേയ് ഓക്കറൂൺ, നിന്റെ ഒരു ബോൾ അവന്റെ കയ്യിലായിരിക്കുന്നേ. അവനെ പിടിക്കുക എന്ന് വിളിച്ചു പറയുവാണ് അയാസെ. എന്നാ അയാസയെ കെട്ടിപ്പിടിച്ച് അവിടെ കിടക്കുവാണ് ജിജി. എടാ പ്രാന്ത, എന്നെ വിടറാ, എനിക്ക് പോണം. നിന്നെ രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് തന്റെ സൈക്കിക് പവർ ഉപയോഗിച്ച് അയാസ അവനെ പിടിക്കുന്നു. എന്നാ അവൻ ഓടുന്ന ഫോഴ്സിൽ അയാസയും ജിജിയും കൂടെ അങ്ങ് പോകുന്നു. ഡേയ് ഓക്കറൂൺ, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കടാ. സോ അയാസയെ രക്ഷിക്കാൻ ഓക്കറൂണും പുറകെ ഓടുന്നു. പക്ഷെ അതിന്റെ അത്രയും സ്പീഡിൽ അവനെ കൊണ്ട് ഓടാൻ സാധിക്കുന്നില്ല. അവന്റെ കയ്യിലും കാലിലും കെട്ടിവെച്ചിരുന്ന വെയിറ്റ് എല്ലാം മാറ്റി ടെർബോ ഗ്രാനിയുടെ പവർ അവൻ പുറത്തോട്ട് കൊണ്ടുവരുന്നു. സോ റോഡിലൂടെ വളരെ വേഗത്തിൽ ഓടുന്ന മോൺസ്റ്ററിനെ മുൻപിലൂടെ ഓടുവാണ് ഓക്കറൂൺ. പക്ഷെ പെട്ടെന്നാണ് അവിടെ ഉണ്ടായിരുന്ന പാലത്തിന് മുകളിലൂടെ ആ മോൺസ്റ്റർ അങ്ങ് ഓടുന്നത്. ഹേയ് ഓക്കറൂൺ എന്ന് പറഞ്ഞ അയാസ ഓക്കറൂണിനെയും പിടിക്കുന്നു. പക്ഷെ രണ്ടുപേരുടെയും സെന്ററിലൂടെ പോകുന്ന അയാസ ഒരു ട്രെയിൻ വന്നിടിക്കാൻ വേണ്ടി നിൽക്കുന്നു. എന്നാൽ പെട്ടെന്നാണ് ഓക്കറൂൺ അവളെ അതിൽ നിന്നും രക്ഷിക്കുന്നത്. കമോൺ മോമോ, അവൻ എങ്ങോട്ടാ പോയേ? അതാ അവിടെയുണ്ട്. ഓക്കറൂൺ അവളെ അവനെ നേരെ അങ്ങ് എറിയുന്നു. എന്നാൽ താഴെ വീഴുന്ന അവരെ രണ്ടുപേരെയും സേഫ് ആയിട്ട് ഓക്കറൂൺ പിടിക്കുന്നുണ്ട്. അതാ നമ്മളുടെ മുൻപിലോടുന്ന ഒരു മോൺസ്റ്ററിനേക്കാൾ വലിയൊരു മോൺസ്റ്റർ നമ്മളുടെ കൂടെ ഓടുന്നു.
വിടടാ, ഞങ്ങളെ വിടടാ, അയാസെ അറ്റാക്ക് ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല എന്ന് വിളിച്ചു പറയുവാണ് ജിജി. സോ പെട്ടെന്നാണ് അയാസെ തന്റെ സൈക്കിക് പവർ മാക്സിമം ഉപയോഗിച്ച് അവനെ പിടിച്ച് വലിക്കുന്നത്. എന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ തൂങ്ങി പിടിച്ച് ഞാൻ ഒരിക്കലും തോറ്റു തരില്ലടാ എന്ന് വിളിച്ചു പറയുവാണ് അവൻ. എന്ന് പെട്ടെന്നാണ് അതിന്റെ ശരീരം മുഴുവൻ പാർട്സ് ആയി മാറുന്നത്. ഇത് കണ്ട് വായും പൊളിച്ച് നോക്കി നിൽക്കുവാണ് അയാസെ. പക്ഷെ തകർന്നു പോയ തന്റെ ശരീരം പഴയതുപോലെ ആക്കി വീണ്ടും അവൻ ആ റോഡിലൂടെ ഓടുന്നു. ഹേയ് മോമോ നോക്ക്, അവനതാ രക്ഷപ്പെടുന്നു. ഹേയ്, ഇനി നമ്മൾ എന്ത് ചെയ്യും? അവൻ എങ്ങോട്ടാ ഓടിയതെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. എന്ന ഇതേ സമയം തന്റെ യഥാർത്ഥ രൂപത്തിലോട്ട് ട്രാൻസ്ഫോം ആവുന്ന ഓക്രൗണ്ടിനെ കണ്ട് വായും പൊളിച്ച് നോക്കി നിൽക്കുവാണ് ജിജി. എന്ന പെട്ടെന്നാണ് തന്റെ കയ്യിലുള്ള ഒരു സാധനത്തിലോട്ട് അയാസ് ഒറ്റ അടി അങ്ങ് അടിക്കുന്നത്. സോ അവരുടെ കൺമുമ്പിൽ നിന്നും ഓടിപ്പോയ ആ മോൺസ്റ്റർ അവിടെ കടന്നു ഒച്ച വെക്കുന്നു. സോ അവന്റെ ആ ശബ്ദം ഫോളോ ചെയ്ത് അവൻ എങ്ങോട്ടാ പോയതെന്ന് അവർ കണ്ടുപിടിക്കുന്നു. മിസ് അയാസെ, നിങ്ങൾ ഇത് എങ്ങനെയാ ചെയ്തേ? അത് വളരെ സിമ്പിൾ അല്ലേ? അവന്റെ ബോഡി പീസ് ആയപ്പോ അവന്റെ ഹാർട്ട് എടുക്കാൻ അവൻ മറന്നുപോയി. ഇവന്റെ ഈ ഹാർട്ടിൽ ഒറ്റ അടി കൊടുത്താൽ മതി. ആ വേദന സഹിക്കാതെ അവൻ അവിടെ കടന്ന് അലറും. ആ ശബ്ദം വെച്ചാ ഞാൻ ഇവനെ കണ്ടുപിടിച്ചേ. എന്നാ അവന്റെ ആ അവസ്ഥ കണ്ട് ഓക്രൂൺ ഒരുപാട് പാവം തോന്നുന്നു. ഹേയ്, നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ഞങ്ങൾ നിന്നെ പിടിച്ച് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഇനിയും നീ ഓടില്ലെന്ന് പ്രോമിസ് ചെയ്താൽ നിന്റെ ഹാർട്ട് ഞാൻ തിരിച്ചു തരാം. പക്ഷേ ആദ്യം നീ നിന്റെ കാലിനിടയിലുള്ള ആ ബോൾസ് ഒന്ന് കാണിക്കുക. അത് കാണാൻ ഓക്രൂണ്ടേത് പോലെ തന്നെയുണ്ട്. മിസ് അയാസെ, ഇതിങ്ങനെ ഓപ്പണിൽ പറയാൻ പാടില്ല. നീ ഇവന്റെ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടോ എന്ന് ജിജിയും ചോദിക്കുന്നു. ടാരോ, അത് നീയാണോ? ആനാ, നീ എവിടെയാ നീ? ഹേയ് ടാരോ, ഇല്ല, നീ ഇങ്ങോട്ട് വരാൻ പാടില്ല. ഇല്ല, ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കില്ല. നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും ഹാന. ഇവിടെ എന്ത് ഈ നടക്കുന്നേ? സോ അവിടെ ഉണ്ടായിരുന്ന ആ വേസ്റ്റ് മാറ്റി എന്തോ ഒന്ന് തെരഞ്ഞുകൊണ്ടിരിക്കുവാണ് ആ മോൺസ്റ്റർ. ഹേയ് ഹാന, അതെ, നിന്നെ ഞാൻ കണ്ടുപിടിച്ചു ഹാന. ഹേയ്, എന്തിനാ ആവശ്യമില്ലാതെ ഇത്രയും വലിയ റിസ്ക് എടുക്കുന്നേ? അതിന് കാരണമുണ്ട്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് ഹാന. നിനക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. നീയാണ് എന്റെ ഈ ജീവിതം മാറ്റിമറിച്ചത്. ഇരുണ്ടുപോയ എന്റെ ഈ ലൈഫിൽ വെളിച്ചം കൊണ്ടുവന്നത് നീയാണ്. അവസാനം വരെ ഞാൻ നിന്റെ കൂടെ ജീവിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഹേയ് ഇല്ല, അതിനൊരു സാധ്യതയും ഇല്ല. നമ്മൾ രണ്ടുപേരും ഉണ്ടാക്കിയ നാടുകൾക്കിടയിൽ ഒരുപാട് ദൂരമുണ്ട്. നമ്മൾ രണ്ടുപേരും വേറെ വേറെ ലോകത്തുള്ളവരാണ്. പ്ലീസ്, ദയവ് ചെയ്ത് നീ ഇവിടെ നിന്നും പോ. ഇല്ലെങ്കിൽ നിന്നെയും എന്നെ പോലെ ഇവിടെ വലിച്ചെറിയും. ഇല്ല, ഒരിക്കലുമില്ല. സ്നേഹത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. അതിനുവേണ്ടി ഞാൻ വേസ്റ്റ് ആയാലും കുഴപ്പമില്ല. നമ്മൾ എപ്പോഴും ഒരുമിച്ചുണ്ടായിരിക്കണം. അതാണ് എന്റെ ആഗ്രഹം. അവസാനം വരെ നമ്മൾ ഒരുമിച്ച് തന്നെ ഉണ്ടാകും എന്ന് പറയുവാണ് ടാരോ. എന്നാ അവരുടെ ആ സ്നേഹം കണ്ട് ഓക്രൂൺ എന്തൊക്കെയോ ആലോചിക്കുന്നു. സോ അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരെ. അതുവരേക്കും ബൈ.